ഇന്നിപ്പോൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനു മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് രാജ്യസഭയിൽ പ്രധാനമന്ത്രി മറുപടി പറയും. ലോക്സഭയിൽ പ്രധാനമന്ത്രി ഇന്നലെ മറുപടി പറഞ്ഞിരുന്നു. അതിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം തുടരും. ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനാണ് കോൺഗ്രസ് തീരുമാനം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്. മാർക്കേ, ഗുഡ് മോർണിംഗ്. നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. അതിന് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന്റെ തുടർച്ച രാജ്യസഭയിൽ ഉണ്ടാകുമെന്ന് കാണാമോ? അങ്ങനെ തന്നെ കണക്കാക്കണമല്ലോ ഹാഷ്മി. കാരണം ഈ പ്രത്യേക സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന്. നമ്മുടെ നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ ഈ അവസാന ദിവസം ലോക്സഭയിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച കഴിഞ്ഞാൽ രാജ്യസഭയിൽ തൊട്ടടുത്ത ദിവസം മറുപടി പറയണം പ്രധാനമന്ത്രി എന്നുള്ളതാണ് കീഴ്വഴക്കം. അതനുസരിച്ച് ആ മറുപടി പ്രധാനമന്ത്രി ഇന്ന് പറയുകയാകും ചെയ്യുക. ഏതാണ്ട് 2 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന, ഏതാണ്ട് 2 മണിക്കൂർ 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗമായിരുന്നു ലോക്സഭയിൽ നടത്തിയത് പ്രധാനമന്ത്രി. ആ പ്രസംഗത്തിന്റെ തുടർച്ച തന്നെ രാജ്യസഭയിൽ ഉണ്ടാകും എന്ന് നമുക്ക് കരുതേണ്ടി വരും. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷം. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. രൂക്ഷമായിട്ടുള്ള ചില ആക്ഷേപങ്ങളും ആശങ്കകളും പങ്കുവച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. അതിൽ ഈ ആശങ്ക എന്നുള്ളത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ആയിരുന്നു എങ്കിൽ ആക്ഷേപങ്ങൾ ഈ അയോധ്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രധാനമന്ത്രി മത്സര സാധ്യതയൊക്കെ തേടി എന്നതൊക്കെ ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളായിരുന്നു നിരത്തിയിരുന്നത്. പക്ഷേ ഇതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഇന്നലെ ലോക്സഭയിൽ വ്യക്തമാക്കിയത് കള്ളം പറയുകയാണ്, കുട്ടികളെ പോലെ കള്ളം മാത്രം പറയുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് അഗ്നിവീറിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും മറ്റ് ഏത് പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിൽ പോലും കള്ളം മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പറയാനായി ശ്രമിക്കുന്നത്. അങ്ങനെ കള്ളം പറഞ്ഞ് ജനാധിപത്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രതിപക്ഷത്തിന് സാധിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഒരുപക്ഷെ അതിന് സമാനമായിട്ട് രാജ്യസഭയിലും അത്തരത്തിലുള്ള മറുപടികളായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായില്ല എന്നുള്ളതും ഇന്നലെ ശ്രദ്ധേയമായിട്ടുള്ള വസ്തുതയാണ്. അത് മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആക്ഷേപങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഏതെങ്കിലും ഒരു പരാമർശം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വസ്തുതകൾക്ക് അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ രേഖാസഹിതമായി ഉണ്ടായില്ല എന്നുള്ളതും ഒരു ഘടകമാണ്. ഒരുപക്ഷെ ഇന്ന് രാജ്യസഭയിലും അത്തരത്തിലുള്ള ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. വളരെ പ്രധാനപ്പെട്ടതാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ പ്രത്യേക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നടത്തുന്ന മറുപടി പ്രസംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിപക്ഷമാകട്ടെ നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് അവസാന ദിവസവും സഭാ നടപടികളെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കാനായിട്ടായിരിക്കും ശ്രമിക്കുക. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നതടക്കമുള്ള ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് 2 സഭകളിലും അടിയന്തര പ്രമേയത്തിന് വ്യത്യസ്ത പാർട്ടികൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി വന്നിരുന്നത്. അതിന് സമാനമായിട്ട് ഇന്നും 2 സഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. മുൻ ദിവസങ്ങളിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസിന് അവതരണാനുമതി ലഭിച്ചിരുന്നില്ല. ഇന്നും സമാനമായിട്ടുള്ള ഒരു നിലപാടായിരിക്കും ഒരുപക്ഷെ ചെയറിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. കാരണം ആദ്യം ഒരു തവണ മുന്നോട്ട് വെച്ച പ്രമേയം അത് തള്ളിക്കഴിഞ്ഞാൽ പിന്നീട് അവതരിപ്പിക്കാനായിട്ടുള്ള അവകാശം ഇല്ല എന്ന വാദമായിരുന്നു ഇന്നലെ അടക്കമുള്ള ദിവസങ്ങളിലും ചെയർ സ്വീകരിച്ചത്. 2 സഭകളിലെയും ചെയർ ഇന്നും ആ നിലപാട് തന്നെയാകും സ്വീകരിക്കുകയെന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഏതായാലും അവസാന ദിവസം ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും സ്വീകരിക്കുന്ന നിലപാടുകൾ പ്രധാനപ്പെട്ടതായിരിക്കും. 2 വിഭാഗത്തിന്റെയും നേതൃയോഗങ്ങളും രാവിലെ മുതൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് ഒക്കെ അപ്പുറം വിലക്കയറ്റം, നീറ്റ് പ്രശ്നം, മണിപ്പൂർ പ്രശ്നം, അഗ്നിവീർ, അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ സഭയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞെങ്കിലും അതിന് ഒരു ഫാക്ച്വലായ ഒരു മറുപടി പ്രധാനമന്ത്രി പറഞ്ഞില്ല എന്ന് പ്രതിപക്ഷത്തിന് ആരോപണമുണ്ട്. രാജ്യസഭയിൽ അവരെന്തായാലും ഉന്നയിക്കും. എന്തായാലും മണിപ്പൂരിനെ കുറിച്ച് പ്രധാനമന്ത്രി എന്തെങ്കിലും ഇന്നും പറയുമോ എന്ന രാജ്യസഭയിലെ ആകാംക്ഷകളിലൊന്നാണ്. തീർച്ചയായിട്ടും ഇന്നലെയും ഇന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ അങ്ങോട്ടേക്ക് നോക്കിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചിലർ മാത്രമേ ഇതൊക്കെ കാണൂ. രാജ്യത്തിന്റെ മൊത്തം രാഷ്ട്രീയ ആകാംക്ഷയും ഒക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.